ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യതലസ്ഥാനത്ത് നിന്ന്? ബൽറാം. ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഉച്ചകോടി ഇന്ന് പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളുടെയും ചർച്ചകൾ പൂർത്തിയായിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ കരാറിലേക്ക് ഒപ്പുവെക്കുന്നതിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുക. 6 മാസത്തിനകം ഈ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷത്തോടെയായിരിക്കും കരാർ പ്രാബല്യത്തിൽ വരിക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ എന്നാണ് ഈ ഒരു കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാറിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വിഷയം എന്നുള്ളത് ഇന്ന് രാജ്യത്തെ 9 ബാങ്ക് യൂണിയനുകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുള്ള അഖിലേന്ത്യാ പണിമുടക്ക് ആണ്. ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങൾ അനുവദിക്കണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പൊതുപണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് ഈ യൂണിയനുകൾ. അത് എത്രത്തോളം സാധാരണ ജനങ്ങളെ ബാധിക്കും എന്നുള്ളതും ഈ വരുന്ന പ്രവൃത്തി സമയം ആരംഭിക്കുന്ന ഘട്ടം മുതലായിരിക്കും വ്യക്തമാവുക. ഒപ്പം തന്നെ ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരുകയാണ്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സർവകക്ഷി യോഗം വിളിച്ചത്. രാവിലെ 11 മണിക്കാണ് സർവകക്ഷി യോഗം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.